മുനമ്പത്ത് ഇന്ന് കണ്ണീർ ക്രിസ്മസാണ്. അതെനിക്ക് ജോഷി മയ്യാറ്റിൽ അച്ഛൻ അയച്ച ഒരു കുറിപ്പിൽ അങ്ങനെ കണ്ടു. ഞങ്ങൾ മുനമ്പംകാരിന്ന് സമരം ചെയ്യുന്നില്ല, മുദ്രാവാക്യം വിളിക്കുന്നില്ല, തിരുപ്പിറവി ആഘോഷിക്കുകയാണ് കണ്ണീരോടെ. പക്ഷെ സർക്കാർ ഇപ്പോൾ പറയുന്നു മുനമ്പംകാർക്ക് അവരുടെ ഭൂമിക്ക് കരമടയ്ക്കാം എന്നതുകൊണ്ട് ഈ പ്രശ്നം തീരുന്നില്ല എന്ന് മുനമ്പം സംരക്ഷണ സമിതി കൈയോടെ പറയുകയും ചെയ്തു. അപ്പോൾ ഒരു ക്രിസ്മസ് സമ്മാനം പോലെ മുനമ്പംകാർക്ക് കരമടയ്ക്കാനുള്ള അവകാശം കൊടുത്ത് സർക്കാർ പറ്റിക്കാൻ നോക്കുക. കാരണം ഞാനിപ്പോൾ ഈ വഖഫ് നിയമത്തിലേക്ക് ഞാൻ പോകുന്നില്ല. വഖഫിൻ്റെ ഇന്ത്യയിലെമ്പാടുമുള്ള പ്രോപ്പർട്ടിയെക്കുറിച്ച് പറയുന്ന വഖഫ് അസറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ, വാപ്സി എന്ന് പറഞ്ഞ വെബ് പോർട്ടലുണ്ട്. കേരളത്തിലെ വഖഫ് ബോർഡിൻ്റെ പോർട്ടലുമുണ്ട്. ഇതിലോട്ട് കയറുമ്പോൾ കാണുന്നത് എന്താണെന്നറിയോ? വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്ന് ഇങ്ങനെ സ്വർണ്ണ അക്ഷരങ്ങളിൽ തിളങ്ങുന്നതാണ്. ഒരിക്കൽ വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ആചന്ദ്രതാരം വഖഫാണ് എന്നാണ് വഖഫ് നിയമം പറയുന്നത്, വഖഫിൻ്റെ വെബ്സൈറ്റ് പറയുന്നത്, കേരള വഖഫ് ബോർഡ് പറയുന്നത്. അപ്പോൾ മുനമ്പത്തെ പ്രോപ്പർട്ടി വഖഫാണെന്ന് മുസ്ലിം സംഘടനകൾ പറയുന്നുണ്ട്. മറ്റേ ഫറൂഖ് കോളേജ് പറഞ്ഞു ഞങ്ങൾ വഖഫല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിയമം കൈകാര്യം ചെയ്യുന്ന നിയമപരമായ അധികാരമുള്ള വഖഫ് ബോർഡ് പറയുന്നു വഖഫ് പ്രോപ്പർട്ടിയാണെന്ന്. അവർ പറഞ്ഞിട്ടില്ല, മുസ്ലിം സംഘടനകൾ പറഞ്ഞിട്ടില്ല. അവരെ ഒഴിപ്പിക്കരുതെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വഖഫിൻ്റെ ആണെന്ന്, വഖഫിൻ്റെ അല്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടില്ല. അപ്പോൾ വഖഫിൻ്റെ ആണെന്ന് പ്രഖ്യാപിച്ചാൽ അത് എക്കാലവും വഖഫാണ് എന്ന് പറയുന്ന നിയമം നിലനിൽക്കെ ഇവരുടെ കരം തീർത്ത പ്രശ്നം തീരും എന്ന് പറയുന്നത് വല്ലവൻ്റെയും ഭൂമിക്ക് നാട്ടുകാർ, മുനമ്പംകാർ കരം കൊടുക്കണം എന്ന് പറയുന്നത് പോലെയുള്ള പച്ചയ്ക്കു പറ്റിക്കലല്ലേ? അല്ല, അതിൻ്റെ അകത്ത് അതിനപ്പുറത്ത് ഒരു വശം കൂടി കാണാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഈ ഭൂമി വഖഫിൻ്റെതല്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. പലരും അത് പറഞ്ഞു, പക്ഷേ ആരെങ്കിലുമൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് അടിയും കിട്ടി. പറയേണ്ടവർ പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ഉദാഹരണം പറയാം. അത് കടക്കും മുമ്പ് മാഷിൻ്റെ ഓർമ്മയിലേക്കൊരു കാര്യം പറയാം. ശ്രദ്ധയപ്പെട്ടോന്നറിയില്ല. യു പിയിൽ ഉദയപ്രതാപ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്. കോളേജ് എന്ന് പറഞ്ഞാൽ കോളേജല്ല, 1909 സ്ഥാപിക്കപ്പെട്ട ക്ഷത്രിയ സമുദായം ആരംഭിച്ചൊരു കോളേജാണ്. അവിടെ LKG മുതൽ വിവിധ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ വരെ ഉണ്ട്. വലിയ കാമ്പസ്, 500 ഏക്കറിലാണ്. 20,000 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവിടെ അതിനോട് ചേർന്നൊരു മസ്ജിദുണ്ട്. മസ്ജിദിൻ്റെ ഖബർസ്ഥാനിനോട് ചേർന്നിട്ടാണ് ഈ കോളേജ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വഖഫ് നിയമപ്രകാരം ഖബർസ്ഥാനോട് ചേർന്നുള്ള ഭൂമി വഖഫ് ഭൂമിയാണ്. ഖബർസ്ഥാൻ്റെ മതിലിന് പുറത്തുള്ള ഭൂമി വഖഫ് ഭൂമിയായിട്ട് കണക്കാക്കാമെന്നൊരു വിചിത്ര നിർദ്ദേശം ഇപ്പോഴത്തെ വഖഫ് നിയമത്തിലുണ്ട്. നമ്മളൊക്കെ മതിൽ കെട്ടിയ മതിലിനകത്ത ഭൂമിയാണ് വഖഫ് ഭൂമി. ഇത് നേരെ തിരിച്ചാ. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു സൂഫി വരീൻ്റെ മറ്റോ ഖബർ അവിടെ ഉള്ളതുകൊണ്ട് ഈ കോളേജ് ഇരിക്കുന്ന 500 ഏക്കർ ഞങ്ങളുടേതാണെന്ന് ആവശ്യപ്പെട്ട് ഇവർ കോളേജിന് നോട്ടീസ് കൊടുത്തപ്പോൾ 2 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഒന്ന്, ഈ നോട്ടീസ് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വഖഫ് ആവശ്യമില്ലാത്ത തലവേദന ഉണ്ടാക്കുക. 2 വഖഫ് ബോർഡുണ്ട് അവിടെ, സുന്നി വഖഫ് ബോർഡും ഷിയ വഖഫ് ബോർഡും. UP മുഴുവൻ വഖഫിൻ്റെ പ്രോപ്പർട്ടി ഇങ്ങ് അളക്കുക, ഇവർക്ക് എത്രയുണ്ടെന്ന് അറിയണം എന്ന് പറഞ്ഞ് വഖഫിൻ്റെ, ഇവർ നാട്ടുകാരുടെ അളക്കാൻ പോകല്ലേ, നിങ്ങളുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി മുഴുവൻ അളക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഉത്തരവിട്ട് അളക്കാൻ സർവേ ഡിപ്പാർട്ട്മെൻറ്റിനെ ചുമതലപ്പെടുത്തി. രണ്ടാമത് സംഭവിച്ചത്, ഉദയപ്രതാപ് കോളേജിലെ LKG മുതൽ PGക്ക് വരെ പഠിക്കുന്ന കുട്ടികൾ 20,000 പേരുണ്ട്. അവരും അവിടുത്തെ അധ്യാപകർ, അനധ്യാപകർ എല്ലാം കൂടെ വാരണാസിയിലാണ് സംഭവം. അവിടുത്തെ ഈ ക്ലെയിം ഉന്നയിച്ച മസ്ജിദിലേക്ക് വെള്ളിയാഴ്ച മാർച്ച് ചെയ്തു. അവിടെ നിസ്കരിക്കാൻ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്ന ആളുകൾ മുഴുവൻ പള്ളിക്കകത്ത്. അവിടെ വളഞ്ഞു വെച്ചിട്ട് ഇവർ പറഞ്ഞു, അവർ ഹനുമാൻ ചാലീസ വിളിച്ചു, ജയ്സ്രാർ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കോളേജ് നിങ്ങളുടെയാണെന്നെങ്ങാൻ പറഞ്ഞു വന്നാൽ ഇനി ഈ വെള്ളിയാഴ്ച ഇവിടെ കുടുങ്ങിയതുപോലെ ഇനി UP ഒരു പള്ളിയിലും നിങ്ങളുടെ ആരാധന നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് അവർ പിരിഞ്ഞുപോയി. പോലീസ് ബാരിക്കേഡൊക്കെ തകർത്തിട്ട് ഈ 20,000 25,000-ഓളം ആളങ്ങ് ചെന്നു. അതിൻ്റെ റിസൾട്ടുണ്ടായി. പിറ്റേ ദിവസം വഖഫ് ബോർഡ് ഈ അവകാശവാദം പിൻവലിച്ചു. അതായത് മുനമ്പത്ത് നടന്നപോലെ, മുനമ്പത്ത് വഖഫ് ബോർഡാണ് ഈ പ്രോപ്പർട്ടി ഞങ്ങളുടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും സമരം ഉണ്ടായിട്ടും വഖഫ് ബോർഡ് പറയുന്നില്ല ഇത് ഞങ്ങളുടെ അല്ലാന്ന്. വഖഫ് ബോർഡ് ഞങ്ങളുടെ അല്ലാന്ന് ഒരു അഫിഡവിറ്റ് എഴുതി കോടതി കൊടുത്താൽ ഈ കേസ് തീർന്നു. ഫറൂഖ് കോളേജ് പറഞ്ഞിട്ടുണ്ട് ഇത് വഖഫല്ല, ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഞങ്ങൾ ഇതിൻ്റെ അവകാശം വിട്ടൊഴിയുന്നു എന്ന് വഖഫ് ബോർഡ് എഴുതി കൊടുത്താൽ, വഖഫ് ബോർഡിനെ നിയമിച്ചിരിക്കുന്നത് പിണറായി സർക്കാരാണ്. പിണറായി സർക്കാർ അല്ലെങ്കിൽ CPM പറഞ്ഞാൽ മതി, ഈ ക്ലെയിം ഒഴിവാക്കി കിട്ടും. UP അത് ചെയ്യാമെന്ന് തെളിയിച്ചിട്ടുണ്ട്.
UP വഖഫ് ബോർഡ് ഉദയപ്രതാപ് കോളേജിൻ്റെ അവകാശവാദം പിൻവലിച്ചു. അതോടെ അവർക്ക് പൂർണ്ണ ഈ വഖഫിൻ്റെ ക്ലെയിം വൺസ് എ വഖഫ് ഓൾവേസ് വഖഫ് എന്നുള്ള നില അവിടെ മാറി. അതിവിടെ ചെയ്യാമല്ലോ. പിണറായി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, CPM യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് വഖഫ് ബോർഡിനോട്, CPM-കാരനാണ് എൻ്റെ ചെയർമാൻ, നിങ്ങൾ ആ പ്രശ്നങ്ങൾ തീർക്കുക. അവർ അവിടെ താമസിക്കുന്നവരാണ്. ആ കോളേജുകാരും പറഞ്ഞിട്ടുണ്ട്, കാശ് കൊടുത്ത് പിടിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വഖഫിൻ്റെ അല്ല എന്ന് പറഞ്ഞൊരു അഫിഡവിറ്റ് ഹൈക്കോടതി കൊടുത്ത കേസപ്പം തീർന്നില്ലേ, പ്രശ്നമപ്പം തീർന്നില്ലേ? അത് ചെയ്യാതെ കരമടച്ചോ എന്ന് പറയുന്നത് പച്ചയ്ക്ക് പറ്റിക്കലാണ്. അല്ല, ഞാനത് അങ്ങനെ പറയുന്നില്ല. കാരണം ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാർ എടുക്കേണ്ടതായിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകൾ ഏറ്റവും നീതിപൂർവമായിട്ടുള്ള നിലപാട് തന്നെ ആയിരിക്കണം. ഈ സമരമുണ്ടായി, സമരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ രൂക്ഷമായിട്ട് ഉയർന്നു വന്ന സമയത്ത് പൊതുവേ ഞാനൊക്കെ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഭൂമി അങ്ങയുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണല്ലോ, വഖഫിൻ്റെ ഭൂമിയല്ല ഇത്. വളരെ കൃത്യമായിട്ട് ഇത് റവന്യൂ ഭൂമിയാണ്. അതുകൊണ്ട് മാത്രമാണ് എല്ലാവർക്കും ഇത് കൈമാറ്റം ചെയ്യാനായിട്ട് കഴിയുകയും അവർ പലരായിട്ട്, ഒരാളല്ല, എത്രയോ കാലമായിട്ട് പലരായിട്ട് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു പ്രൊസീജിയർ അതിനുണ്ടല്ലോ. അങ്ങനെയാണ് ഈ ഭൂമി മുന്നോട്ട് പോയത്. ഇപ്പോൾ ഏതോ വഖഫ് സംരക്ഷണ സമിതിയുടെ ഒരു കടലാസ് കോടതിയിലെത്തിയപ്പോൾ ഞാൻ അതിൽ ആദ്യം കോടതിക്കെതിരായിട്ട് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ആ കടലാസ് കൃത്യമായിട്ടുള്ള രീതിയിൽ പരിശോധിക്കുന്നതിന് പകരമായിട്ട് വഖഫ് എന്ന് പറയുന്ന ഒരു വാക്ക് കണ്ടിട്ട് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് കോടതി പരാമർശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ അവകാശവാദങ്ങൾ ശരിയല്ല. പക്ഷേ അങ്ങനെയല്ല. ഈ കേസ് വന്നപ്പോൾ കേസിൽ എതിർ കക്ഷി വഖഫ് ബോർഡായിരുന്നു. അല്ലാതെ ആ രേഖയിൽ പ്രമാണത്തിലുള്ള വഖഫ് എന്നുള്ള വാക്ക് മാത്രം കണ്ടിട്ടില്ല. വഖഫ് ബോർഡ് എതിർ കക്ഷിയായിരുന്നു. വഖഫ് ബോർഡ് വന്നിട്ട് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡ് പറഞ്ഞു ഇത് വഖഫ് ഭൂമിയാണെന്ന്. വഖഫ് ബോർഡ് സത്യവാങ്മൂലം കൊടുത്തു കോടതിയിൽ. അല്ല, പിന്നെ കോടതിക്കൊന്നും പറയാനില്ല. അല്ല, അതിൻ്റെ അകത്ത് ഏകപക്ഷീയമായിട്ടുള്ള വിധി വരുന്നത്. ആരും എതിരായിട്ടുണ്ടായിരുന്നില്ല. എതിരായിട്ടില്ല. പക്ഷെ വഖഫ് ബോർഡ് പറഞ്ഞു. ശരിയാണ്, വഖഫ് ബോർഡ് പറഞ്ഞു. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ സർക്കാരാണ്, സംസ്ഥാന സർക്കാർ പറഞ്ഞു. ഈ നിസാർ കമ്മീഷനെ നിയമിച്ചത് VS അച്യുതാനന്ദനാണ്. നമ്മുടെ P ജയരാജൻ്റെ പുസ്തകമില്ലേ കേരളം ഇസ്ലാം, ആ പുസ്തകത്തിൽ 10 പേജ് മാറ്റിവെച്ചിരിക്കുന്നത് അറിയോ? കേരളത്തിലെ വഖഫ് ഭൂമി സംരക്ഷിക്കാൻ CPM സർക്കാരുകൾ കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ള നടപടികൾ വിശദീകരിക്കുന്ന 10 പേജുണ്ട്. അതിനകത്ത് മുനമ്പത്തെക്കുറിച്ചും പറയുന്നുണ്ട്. മുനമ്പം വഖഫ് ഭൂമി ആയി പ്രഖ്യാപിക്കാൻ വേണ്ടി CPM പണിയെടുത്തിട്ടുണ്ടെന്ന് P ജയരാജൻ എഴുതിയ പുസ്തകത്തിലുണ്ട്. ഇത് തിരുത്തിയേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ കരമടക്കാനായിട്ടുള്ള തീരുമാനം കൊടുത്തു. ആ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോയി ഈ ഭൂമി മുഴുവനും ഇത് വാങ്ങിച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകളുടേതാണ് എന്ന് സർക്കാർ തീരുമാനിക്കുമ്പോൾ മാത്രമേ പ്രശ്നം തീരുമാനില്ല. സർക്കാർ തീരുമാനിക്കില്ല. സർക്കാർ തീരുമാനിച്ചാൽ നടക്കില്ല. വഖഫ് ബോർഡ് തീരുമാനിക്കണം. അതെ, വഖഫ് ബോർഡ് സിംപ്ലി സർക്കാർ ഇപ്പോൾ പിണറായി വിജയൻ വിളിച്ച് പറയാം, വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ നാസറോ മറ്റാണ് വിളിച്ചിട്ട് പറയാം, ഈ പരിപാടി പ്രശ്നം തീർക്കണം, കുറേ ഇനി ലോക്കൽ ബോഡി ഇലക്ഷൻ വരിക, അസംബ്ലി ഇലക്ഷൻ വരികയാണ്, അതുകൊണ്ട് പ്രശ്നം ഇപ്പോൾ തീർക്ക്. അതുകൊണ്ട് നിങ്ങൾ വഖഫ് ബോർഡ് കൂടിയിട്ട് ഇതിൻ്റെ ക്ലെയിം ഇത് വഖഫ് ഭൂമിയല്ല എന്നൊരു സത്യവാങ്മൂലം കൊടുക്ക്. ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാവുന്ന സത്യവാങ്മൂലം ദേവസ്വം ബോർഡിനെ കൊണ്ട് കൊടുപ്പിച്ചില്ലേ? അതെ, ഇതൊക്കെ ചെയ്യാമല്ലോ. അത് ചെയ്യിക്കാതെ ഇനി വേറെ കാര്യം ചോദിക്കട്ടെ പക്ഷേ, അതായത് കരമടയ്ക്കാമെന്ന് പറഞ്ഞു. കരം അടച്ചു കഴിഞ്ഞാൽ ക്രയവിക്രയം നടത്താം എന്നാണ് ഇൻഡയറക്റ്റായിട്ട് സർക്കാർ പറയുന്നത്. കരം അടച്ചു, ഇവർ കൊണ്ട് വസ്തു കരം അടച്ചു. കരം അടച്ചു കഴിഞ്ഞിട്ട് ബാങ്കിൽ ചെന്നാൽ ബാങ്കുകാരൻ ലോൺ കൊടുക്കുന്നത് എന്താ ഉറപ്പ്? നാഷണലൈസ്ഡ് ബാങ്കുകാരാണ്, അവർക്ക് വഖഫ് നിയമം അറിയാം. സർക്കാർ കരമടയ്ക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം വഖഫിൻ്റെ ക്ലെയിം മാറുന്നില്ല എന്ന് അവർക്ക് ലീഗൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. വഖഫ് ക്ലെയിം ചെയ്യുന്ന ഭൂമിയാണെന്നറിയാം. അതെ, പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കും. അപ്പം ഇവർ കരമടയ്ക്കുന്ന കാശ് പ്രൊസീജിയർ നിലക്ക് തുടങ്ങുകയും അവസാനം ഈ പറയുന്ന രീതിയിലേക്ക് നടപടിയെടുക്കുകയും ചെയ്യുന്ന നിയമപരമായിട്ട് തീരുമാനം എടുത്താൽ മാത്രമല്ല പ്രശ്നം തീരുള്ളൂ. ഇതൊരു നിയമപരമായിട്ടുള്ള വിഷയമാണ്. അപ്പോഴും പ്രശ്നം തീരില്ല. അതായത് നമ്മൾ ഇപ്പോൾ സർക്കാർ ചെയ്യാത്തതുകൊണ്ടൊന്നുമില്ല. സർക്കാർ ചെയ്താൽ ഇപ്പം വഖഫ് ബോർഡിൽ മുഴുവൻ പേരും CPM അല്ല, അത് മുസ്ലിം MLA-മാരിൽ നിന്നാണ് വഖഫ് ബോർഡ് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇലക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് വീതം വെക്കുകയാണ്. ലീഗിന് ഇത്ര എന്ന് കൊടുക്കും, CPM ഇത്ര എടുക്കും, CPIക്ക് ഇത്ര, INL ഇത്ര എന്ന് പറഞ്ഞ് പരസ്പരം ചർച്ച ചെയ്തിട്ടാണ് വഖഫ് ബോർഡിലെ അംഗങ്ങളെ ഫില്ല് ചെയ്യുന്നത്. ഇനി CPM ഇങ്ങനെ പറഞ്ഞിട്ട് CPM-ൻ്റെ മെമ്പർമാർ ഈ നിലപാടെടുത്താൽ ലീഗുകാർ സമ്മതിക്കത്തില്ല. അവർക്കും ഇത് വഖഫാണെന്ന് അഭിപ്രായമാണ്. അവർ വഖഫല്ല എന്ന് പറഞ്ഞില്ല. അവർ അങ്ങനെയാണല്ലോ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് വഖഫല്ല എന്ന് അവർ പറയുന്നില്ല. അപ്പോൾ ഇത് പ്രശ്നമാണ്. അല്ല, അവർ വഖഫാണെന്ന് തന്നെ പറയുന്നത്. അതാണ് വഖഫാണെന്ന് തന്നെ. സതീശൻ ഇത് വഖഫിന്റെ ഭൂമിയല്ല എന്ന് പറഞ്ഞു. സതീശൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞ സമയത്ത് ഷാജിയും അതേപോലെ തന്നെ മുനീർ കൂടി അതിശക്തമായിട്ട് എതിർത്തു.
അപ്പോൾ പിന്നെ ഇത് വഖഫിൻ്റെ അതുകൊണ്ട് ആണെന്നുള്ള സ്റ്റാറ്റസ് നിലനിൽക്കെ കരം അടച്ചതുകൊണ്ട് എന്ത് പരിഹാരം ഒന്നും അല്ല, ഞാൻ പറയുന്ന അതുകൊണ്ട് പരിഹാരമാകുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് പരിഹാരം ആകില്ല എന്ന് ഞാൻ പറഞ്ഞു എങ്ങനെയാണെന്നറിയോ? ഇനി സർക്കാർ അങ്ങ് പറഞ്ഞു, വഖഫ് ബോർഡ് പെറ്റീഷൻ കൊടുത്തു, ഇത് വഖഫിൻ്റെ അല്ല എന്നൊരു അഫിഡവിറ്റ് കോടതി കൊടുത്തു, അതോടെ പ്രശ്നം തീർന്നു എന്ന് നമുക്ക് കരുതാം. അപ്പോഴും ഉണ്ട് വഖഫ് സംരക്ഷണ സമിതിക്കാർ, അവരടുത്ത കേസുമായിട്ട് പോവാണ്. നിലവിലുള്ള നിയമപ്രകാരം ഇന്ന് നിലവിലുള്ള അടുത്ത പാർലമെൻറ്റിൽ ഈ നിയമം മാറുന്നത് വരെ നിലവിലുള്ള നിയമപ്രകാരം ഒരിക്കൽ വഖഫാക്കിയാൽ ഒരിക്കലും വഖഫ് അല്ലാതാവത്തില്ല എന്ന് നിയമം ഉള്ളതുകൊണ്ട് ഇത് വഖഫ് ബോർഡിൻ്റെ നിലപാട് തെറ്റാണെന്നും പറഞ്ഞ് വീണ്ടും അവർക്ക് കേസിന് പോവാം. അതെ, അപ്പോഴും ആ പ്രൊസീജിയർ എപ്പോഴും ആത്യന്തികമായി ഈ നിയമം മാറിയേ പറ്റുള്ളൂ. നിയമം മാറാതെ പ്രശ്നം തീരില്ല. മുനമ്പക്കാർക്ക് അതറിയാം. വഖഫിന്റെ വെബ്സൈറ്റിൽ പറയുന്ന പോലെ ഒരിക്കൽ വഖഫിൻ്റെതായ പിന്നെ എന്നും വഖഫ് എന്ന് പറയുന്ന ആ നിയമം നിലനിൽക്കുകയാണെങ്കിൽ ഈ പ്രശ്നം വീണ്ടും ഉണ്ടാകാം. അപ്പോൾ സതീശൻ ആ ഭാവം പറയുന്നില്ല. സതീശൻ വഖഫ് നിയമത്തെക്കുറിച്ച് മാത്രം പറ്റുന്നില്ല. അപ്പോൾ മുനമ്പങ്കാരുടെ പ്രശ്നം തീർക്കണം. മുനമ്പങ്കാരുടെ പ്രശ്നം തീർക്കാൻ 10 മിനിറ്റ് മതി എന്ന് പറയുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ആ ബില്ലങ്ങ് പാസ്സാക്കിയാൽ മതി. ആ ബില്ല് പാസ്സാക്കിയ പ്രശ്നമെല്ലാം തീർന്നു. അല്ല, ബില്ല് പാസ്സാക്കൽ മാത്രമല്ല ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്, ഇത്തരത്തിൽ അവ്യക്തത നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളും ഇത് ക്ലാരിറ്റി ഉണ്ട്. ക്ലാരിറ്റി ഉണ്ട്. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി നിയമത്തിനകത്ത് അവർക്ക് ക്ലാരിറ്റി ഉള്ളൂ. ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം എന്നറിയോ? വഖഫ് ബൈ യൂസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് അങ്ങയുടെ ഒരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഞാൻ ഇസ്ലാം മതവിശ്വാസിയാണ്, എൻ്റെ ഒരു വീട്, നേരെ തിരിച്ച് ഞാൻ ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്, ഞാൻ അങ്ങയുടെ വീട് വാടകയ്ക്ക് എടുക്കുന്നു, അവിടെ ഞാൻ 2 വർഷം താമസിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് ഒഴിയാൻ പറയുന്നു. ഞാൻ ഒഴിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നു ഞാനിത് വഖഫ് ചെയ്തിരിക്കുന്നു പറയുന്നു. അതായത് യൂസർക്ക് വഖഫ് ചെയ്യാം. അങ്ങയുടെ വീട് പോയി, എന്തൊരു നിയമമാണ്! ഡ്രാക്കോണിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ പോലും ആ വാക്ക് പോരാതെ വരും. ഡ്രാക്കോണിയൻ റൂൾ അങ്ങനെയുള്ളതായിരുന്നു. അതിനേക്കാൾ ഭീകരമല്ലേ? NMBS-ന്റെ വീട്ടിൽ ഞാൻ സുനിൽ മുഹമ്മദ് എന്ന് പേരുള്ള ഞാനാണെന്ന് കരുതുക, ഞാൻ വാടകയ്ക്ക് താമസിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് ഞാനിത് വഖഫിന് കൊടുത്തിരിക്കുന്നു പറഞ്ഞാൽ അങ്ങയുടെ വീട് പോയെന്ന്. ഇത്തരത്തിലുള്ള വെള്ളരിക്കപ്പെട്ടണത്തിലെ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുക, ആ നിയമം മാറരുതെന്ന് സതീശനും രാഷ്ട്രീയ പാർട്ടികളെ IB പറയുന്നു, നിങ്ങളെ എന്തെങ്കിലും ഇറക്കി വിട്ടാൽ ഞാൻ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യും. അതിലൊരു കഥയില്ല. ഇറക്കിവിടലല്ല ഇവിടുത്തെ പ്രശ്നം. ഇറക്കിവിടലല്ല, നിയമമാണ് പ്രശ്നം. ഇറക്കിവിടലല്ല പ്രശ്നം. ഇവിടെ ഇപ്പോൾ ഞാൻ പലപ്പോഴും ഇവരെല്ലാവരും പറയുന്നത് കേൾക്കാറുണ്ട്, നിങ്ങളെ അവിടെ നിന്ന് ആരും ഒഴിപ്പിക്കില്ല. എല്ലാവർക്കും അറിയാം, ആരും ഒഴിപ്പിക്കില്ല. അതല്ലല്ല പ്രശ്നം. നിങ്ങൾ ഒഴിപ്പിക്കുകയോ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമി നിങ്ങളുടെ ഭൂമിയായിട്ട് ക്രയവിക്രയം ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ടെന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് അത് നിയമപരമായിട്ടുള്ള പ്രശ്നമാണ്. ആ നിയമപരമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുന്നത് വരെ ഇത് അവസാനിക്കില്ല. ഞാൻ ഈ കരമടക്കാൻ അല്ല, അതുകൊണ്ട് തീരുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലക്ക് മാത്രമേ അതിനെ കണക്കാക്കുന്നുള്ളൂ. അതിനപ്പുറത്ത് ഈ പ്രോസസ്സ് അല്ല, പറയട്ടെ, ഞാൻ പറയട്ടെ. അതുകൊണ്ട് ആ സമയസമിതി പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെന്താ പറഞ്ഞത്? വഖഫ് രജിസ്റ്ററിൽ നിന്ന് ഈ ഭൂമി ഒഴിവാക്കിയിടണം. അതാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അതാണ് ശരിയായിട്ട്. ഇത്രയും മുൻപത്തെ ഭൂമി വഖഫിൻ്റെ എഴുതി വെച്ചിരിക്കുന്നത് മാറ്റണം. അതാണ് പ്രശ്നം. അത് മാറ്റിയേ പറ്റൂ. അത് മാറ്റിയാൽ മാത്രമാണ് പ്രശ്നം പരിഹരിക്കുന്നത്. അത് മാറ്റത്തില്ല. വഖഫിൻ്റെ ഭൂമിക്ക് നിങ്ങൾ കരമടച്ചോ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അല്ല, അത് ശരി. ഞാനെങ്കിലും അതിനെ കാണുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ഒരു ആരംഭ പ്രക്രിയ എന്ന നിലക്ക് മാത്രമേ ഞാൻ അതിനെ കണക്കാക്കുന്നുള്ളൂ. അങ്ങനെ ആളെ പറ്റിക്കാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെന്തിനാ ഇത്? അല്ല, വഖഫിന്റെ റവന്യൂ രേഖ കിടക്കുന്ന ഭൂമിക്ക് നമ്മളുടെ എന്താണ് അഡ്വക്കേറ്റ് ജനറൽ എന്ത് ഉപദേശമാണ് അല്ലെങ്കിൽ നിർദ്ദേശമാണ് സർക്കാരിന് നൽകിയിരിക്കുന്നത് എന്നുള്ളത് എനിക്കിപ്പോൾ അറിയില്ല. അതറിഞ്ഞാൽ മാത്രമാണ്. അഡ്വക്കേറ്റ് ജനറലിനെ സംബന്ധിച്ച് സർക്കാരിന്റെ എതിരായിട്ടുള്ളൊരു നിയമോപദേശം. അങ്ങനെ നിയമോപദേശം കൊടുത്തിട്ട് കാര്യമുണ്ട്. അങ്ങനെയാണല്ലോ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. കൊടുക്കാൻ പാടുള്ള ഉപദേശങ്ങളെ കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലാത്ത ഉപദേശം നമ്മുടെ സർക്കാരിന്റെ പാഠത്തിലേക്ക്. എനിക്ക് വളരെ സ്നേഹ ബഹുമാനങ്ങളുള്ള ആളാണ് നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്. നമ്മുടെ സുരേഷ് കുറുപ്പ് എന്റെ സഹോദരനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അത് വേറെ ഓപ്ഷൻ ഇല്ല. എങ്ങനെ നമുക്ക് ഇതിന് അനുകൂലമായ ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുപോവാ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. നിയമമല്ലേ, എങ്ങനെ വേണേലും വളയ്ക്കാമല്ലോ. അല്ല, ഇതിൽ ഈ നമുക്ക് ഒരിക്കൽ പോലും ഈ മുട്ടുശാന്തി പ്രവർത്തനം കൊണ്ട് ഒന്നും പരിഹരിക്കപ്പെടില്ല. മുട്ടുശാന്തിയാണ്. അതെ, ഇത് മുട്ടുശാന്തിയാണ്. അല്ല, മുട്ടുശാന്തി പ്രവർത്തനം കൊണ്ട് ഒരിക്കലും പരിഹരിക്കപ്പെടില്ല എന്ന് ഞാൻ പറയാണ്. അവിടുത്തെ വിഷയം നിയമപരമായിട്ടുള്ള വിഷയമാണ്, കുടിയിറക്കല്ല. പല നേതാക്കളും പറയുന്നത് നിയമത്തിൻ്റെ പ്രശ്നം. അത് നിയമപരമായ പ്രശ്നമാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് അവരുടെ ഭൂമിയാണ് എന്ന് നിയമപരമായി സ്ഥാപിച്ചു കൊടുക്കലാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാവശ്യമായിട്ടുള്ള നടപടികളാണ്.
അതിൻ്റെ ഒരു തുടക്കമായിട്ട് ഇത് വരികയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. അത്രേ ഉള്ളൂ. അതിന് നിയമപരമായി ഇവർക്ക് സ്ഥാപിച്ച് കിട്ടാനുള്ള നടപടി എന്താ? നടപടി കോടതി തീർച്ചയായിട്ടും അത് ഒഴിവാക്കണം. കോടതി എങ്ങനെ ഒഴിവാക്കും? കോടതി അല്ല, കോടതി നിലവിലുള്ള നിയമം വെച്ചേ കോടതിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിയമപരമായ നടപടി നിലവിലുള്ള നിയമം മാറുക എന്നതാണ്. അല്ല, അത് മാറ്റട്ടെ എങ്ങനെയാണെങ്കിലും അല്ലേ നമുക്ക് പറയാൻ പറ്റും. അത് മാറ്റാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ മുന്നിട്ടിറങ്ങുമോ? കേരള അസംബ്ലി ഈ നിയമം മാറ്റണമെന്ന് 140 പേര് പ്രമേയം പാസാക്കി. ശരിയാണ്, അതൊക്കെ വലിയ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ രാജ്യത്ത് ഏറ്റവും ആദ്യം അവസാനിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് പ്രീണനം അവസാനിക്കുക എന്നുള്ളതാണ്. ഏത് മതത്തിനെയും പ്രീണിപ്പിച്ച് അധികാരത്തിലിരിക്കുക. ഒരു മതത്തിനെ ഇപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതിലേക്ക് മാത്രം അതാണല്ലോ വലിയ വിഷയമായിട്ട് വരുന്നത്. അതെ അതെ, അത് അങ്ങനെ വരികയാണ്. ക്രൈസ്തവരോട് എന്താണെന്ന് വെച്ചാൽ ക്രൈസ്തവരില്ല. ഇപ്പോൾ ക്രൈസ്തവർ ന്യൂനപക്ഷം ക്രൈസ്തവരല്ല. അതെ, അങ്ങനെയാണ് ഇപ്പോൾ ഇത് കാര്യങ്ങൾ പോവുകയും അങ്ങനെയെല്ലാം മുസ്ലിം ഫോക്കസായി വരികയും മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ച് വരികയും മുസ്ലിങ്ങളുടെ പ്രശ്നമായിട്ട് വരികയും മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ശത്രുപക്ഷത്ത് നിർത്തപ്പെടുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റീഷ്യൻ്റെ ഡെവലപ്മെന്റ് ഇതിനകത്ത് രൂപപ്പെട്ട് വരികയും ചെയ്യുന്നു. ബന്ധുപക്ഷത്താണ്. അതെ, അങ്ങനെയാണ്. കേരളം ഭരിക്കുന്ന 2 മുന്നണിയുടെയും ഉറ്റ ബന്ധുക്കളാണ്. അല്ല, ഇത് ഇപ്പോൾ ഇനിയിപ്പോൾ കുറേ കാലം കഴിയുന്ന സമയത്ത് എനിക്ക് അടുത്ത ഒരു ഭരണം വരുമ്പോഴേ, അടുത്ത ഭരണം എന്ന് പറയുന്നത് UDF-ൻ്റെ ഭരണമാണെങ്കിൽ അത് മുസ്ലിം ലീഗിൻ്റെ ഭരണമായിരിക്കും എന്നായിരിക്കും എല്ലാവരും മനസ്സിലായി. അങ്ങനെയുള്ള സംഭവിക്കാൻ കുട്ടി കേരളം ഭരിക്കും. അതെ, അല്ല അങ്ങനെ ആയിരിക്കില്ല സംഭവിക്കാനായിട്ട് പോകുന്നത്. വലിയ അപകടമായിരിക്കും നമുക്ക് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകാനായിട്ട്. നമ്മൾ പിണറായിയുടെ എല്ലാ ധാർഷ്ട്യത്തിനും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ധിക്കാരത്തിനും ഒക്കെ എതിരായിട്ട് ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇത് ഇവരുടെ ധിക്കാരത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ വലിയ അപകടമായിരിക്കും. പിണറായി തന്നെ തുടരട്ടെ എന്നാണല്ലേ? അല്ലല്ല, എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, അങ്ങനെ ഈ പൊളിറ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്ന അങ്ങനെയാണ്. ഇങ്ങനെയാണല്ലോ ഈ കാര്യങ്ങൾ അവസാനം വരുന്നത്. നേരത്തെ ഒരു തവണ UDF തെറിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? മുസ്ലിം ലീഗിൻ്റെ 5ാം മന്ത്രിവാദമായിരുന്നല്ലേ? അല്ലേ? അതാ അങ്ങനെ ഞാൻ പറയുന്നത്. ഇത് ഈ നമ്മൾ വേറെ രീതിയിൽ പറയുന്ന പൊളിറ്റിക്സ് അല്ല ഇത് ശരിക്കും ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അത് ആര് എന്ത് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൻ്റെ റിസൾട്ട് ഈ രീതിയിലാണെന്ന്. ഏതായാലും മുനമ്പത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ പിണറായിയുടെ 3ാം ടൈമിലേക്ക് എത്തി. അല്ല, അതല്ല, രാഷ്ട്രീയമാണ്, എന്തും സംഭവിക്കാം. അല്ല, രാഷ്ട്രീയത്തിൻ്റെ പോക്കാണ്. അടിയന്തരമായിട്ട് ഈ കാര്യത്തിലുള്ള പരിഹാരം എന്ന് പറയുന്നത് മുൻപത്തെ മുൻനിർത്തി നമ്മൾ പറയുന്ന സമയത്ത് സമരസമിതി ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അത് വഖഫ് രജിസ്റ്ററിൽ നിന്ന് മുൻപത്തെ ഭൂമി ഒഴിവാക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒഴിവാക്കി മാത്രമേ നിയമപരമായിട്ട് അതിന് സംരക്ഷണം നൽകാനായിട്ട് കഴിയുള്ളൂ. അതിൻ്റെ കുടിയിറക്കല്ല പ്രശ്നം. അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത് വഖഫ് നിയമം മാറണമെന്ന്. അങ്ങനെ മാറേണ്ടതാണെങ്കിൽ, കാരണം അല്ലാതെ പരിഹാരമില്ലല്ലോ. അതെ, കാരണം നേരത്തെ പറഞ്ഞാൽ വഖഫ് ബോർഡിൽ അങ്ങനെ തീരുമാനം ഉണ്ടാവുന്ന ഞാൻ ഒരിക്കലും കണക്കാക്കുന്നില്ല. പിണറായി ഇയാളെ വിളിച്ചു പറഞ്ഞാലൊന്നും അയാൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം നേരത്തെ പറഞ്ഞ ഈ കമ്മിറ്റിക്ക് അകത്തുള്ളതായിട്ടുള്ള ബാലൻസിങ് അറിയാം. പിണറായി പറഞ്ഞാലും നടക്കൂല. അതായിരിക്കാം. ഏതായാലും മുനമ്പംകാരുടെ ക്രിസ്മസ് കണ്ണീരിലാണെങ്കിലും അവർക്ക് തിരുപ്പിറവി ആശംസകൾ നമുക്ക്. തീർച്ചയായിട്ടും അതാണ് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം. നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് പറയാവുന്ന കാര്യം ഇതാണ്. പ്രത്യാശയുടെ പുലരി വരും. പ്രത്യാശയില്ലാതെ 3 മിനിറ്റ് പോലും മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല എന്നാണ് ഈ സർവൈവൽ പൊളിറ്റിക്സ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഇത് ശരിയായിട്ടുള്ള രീതിയിൽ ശരിയായിട്ട് വരും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ പരിഹരിക്കേ പറ്റൂ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഒരുപക്ഷെ അന്ന് വരെ വേണമെങ്കിൽ ഇത് തുടരാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.